بسم الله الحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. وقالوا اتخذ الرحمن ولدا سبحانه بل عباد مكرمون لا يسبقونه بالقول وهم بأمره يعملون. يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون. ومن يقل منهم إني إله من دونه فذلك نجزيه جهنم كذلك نجزي الظالمين. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ സൂറ അംബിയായിലെ 25 മുതൽ 29 വരെയുള്ള ആയാത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിലൂടെ തൗഹീദിൻ്റെ സ്ഥാപനമായിരുന്നു വൈവിധ്യങ്ങളാകുന്ന രൂപത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത്. അള്ളാഹുവിൻ്റെ കൂടെ സമന്മാരെ സങ്കല്പിച്ചുകൊണ്ട് അള്ളാഹുവിന് പുറമെ മറ്റ് ഇലാഹുകളെ സ്വീകരിക്കുന്നതിൻ്റെ നിരർത്ഥകത, അങ്ങനെ ഭൂമിലോകത്ത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് 2 ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്ന പ്രയാസങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നും, അതല്ല ഏക ഇലാഹായ റബ്ബിൻ്റെ കഴിവുകളും മഹത്വങ്ങളും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആണ് ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ വായിച്ചെടുത്തത്. ഇത്തരത്തിലുള്ള ദൈവസന്താനവാദവും ദൈവാവതാരങ്ങളെയൊക്കെ സങ്കല്പിക്കുന്നവരോട് അല്ലാഹു വലിയ ഒരു ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾ ഇതിനൊക്കെ തെളിവായിട്ട്, അല്ലെങ്കിൽ ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങൾ വെച്ചു പുലർത്തേണ്ടുന്നതിന് നിങ്ങളുടെ കയ്യിൽ വല്ല ബുർഹാനുമുണ്ടോ, തെളിവുമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു നമ്മളുടെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. അധികം ആളുകളും സത്യം മനസ്സിലാക്കുന്നില്ല എന്നും അവരെല്ലാം അത്തരം സത്യങ്ങളിൽ നിന്ന് മുഅരിളൂൻ പിന്തിരിഞ്ഞു പോകുന്നവരാണ് എന്നും പറഞ്ഞിട്ട് 25-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വിഷയത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്, തൗഹീദിൻ്റെ ഗഹനമായ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. വളരെ ഗൗരവമേറിയ ഒരു അടിസ്ഥാന തത്വമാണ് തൗഹീദ് എന്നും, ആ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് തൗഹീദിൽ നിന്ന്, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യർ അല്ലെങ്കിൽ ആളുകൾ തെന്നിമാറി പോകുന്നത് എന്നെല്ലാം വളരെ സുന്ദരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. 25-ാമത്തെ ആയത്തും അതിൻ്റെ അർത്ഥവും നമുക്ക് നോക്കാം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അള്ളാഹു പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല, മിർ റസൂലിൻ, ഒരു ദൂതനെയും. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ്, ഇല്ലാ നൂഹി ഇലൈഹി, അദ്ദേഹത്തിന് നാം വഹി നൽകിക്കൊണ്ടല്ലാതെ, അന്നഹു, തീർച്ചയായും കാര്യം, ലാ ഇലാഹ ഇല്ലാ അന, ഒരു ഇലാഹുമില്ല ഞാനല്ലാതെ, ഫഅബ്ദൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ എന്നുള്ള വഹി നൽകിയിട്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഗൗരവമേറിയ രൂപത്തിൽ ഈ ഒരു അടിസ്ഥാന തത്വം തൗഹീദിനെ അല്ലാഹു അറിയിക്കുകയാണ്. എന്താണ്? ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാവൂ, ഞാനല്ലാതെ ആരാധ്യനില്ല എന്ന്. ചില ആളുകൾ അള്ളാഹുവിൻ്റെ കൂടെ, അല്ലെങ്കിൽ അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് വാദിക്കുന്ന സന്താനവാദങ്ങളും, അല്ലെങ്കിൽ
ദൈവാവതാരങ്ങളെ സങ്കല്പിച്ചുകൊണ്ടുള്ള വിശ്വാസവും വെച്ച് പുലർത്തിയിരുന്നു. നമുക്കറിയാം, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറയുന്ന ഹുസാ, ജുഹൈന, ബനു സലമ ഗോത്രങ്ങളൊക്കെ അന്ന് നിലവിലുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിക്കുകയാണ്. ലാ ഇലാഹ ഇല്ല അന ഫഅബ്ദൂൻ എന്നുള്ളതും തുടർന്ന് വരുന്ന ആയത്തിലൂടെ നമ്മൾക്ക് ആ സന്താനവാദത്തിൻ്റെ അതെത്രത്തോളം അപകടകരമാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത്തരം വാദങ്ങൾ അള്ളാഹുവിൽ പറയുന്നവരോടുള്ള കോപം എന്താണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല 26-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ്. വഖാലു തഖദർ റഹ്മാൻ വലദ സുബ്ഹാനഹു ബൽ ഇബാദും മുക്രമൂൻ. വഖാലു, അവർ പറയുന്നു, ആര്? മേൽപ്പറഞ്ഞ രൂപത്തിലുള്ള വാദങ്ങളുമായി നടക്കുന്ന മക്കയിലെ മുശ്രിക്കുകൾ അടക്കമുള്ള ആളുകൾ പറയുന്നു, ഇത്തഖദർ റഹ്മാൻ വലദ, പരമകാരുണികൻ റഹ്മാനായവൻ വലദിനെ, സന്താനത്തെ ഇത്തഖദ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അതിനെ ചാർത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നത് നോക്കുക, സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധനാണ്. ബൽ ഇബാദും മുക്രമൂൻ, എന്നാൽ അവരാരാണ്? ആദരണീയരായ ദാസന്മാർ മാത്രമാകുന്നു. നിങ്ങൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് വാദിക്കുന്ന മലക്കുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ മുക്രമൂൻ, ആദരണീയരായ അള്ളാഹുവിൻ്റെ ഇബാദുകളാകുന്നു, അടിമകളാകുന്നു എന്ന് അള്ളാഹു പറയുകയാണ്. അതായത് സന്താനവാദത്തെ ആക്ഷേപിക്കുന്നതിനെ തുടർന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സന്താനവാദത്തിൻ്റെ 2 അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അത് തൗഹീദിനെതിരാണ് എന്നുള്ളത്, കൊടിയ ശിർക്കാണ് എന്നുള്ളത്. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തുകയും അടിസ്ഥാനമാക്കി അള്ളാഹുവിനെ ആ കളങ്കപ്പെടുത്തുക മാത്രമല്ല, അള്ളാഹുവിനെ സൃഷ്ടി സമാനമാക്കി അവർ തരം താഴ്ത്തുകയും ചെയ്യുകയാണ് മക്കളുണ്ട് എന്നൊക്കെ പറയുന്നതിലൂടെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സന്താനവാദത്തിൻ്റെ ഖണ്ഡനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. തൊട്ടടുത്ത ആയത്തിലൂടെ എന്താണ് പറയുന്നത് നോക്കാം. 27-ാമത്തെ ആയത്തിലൂടെ ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅ്മലൂൻ. ലാ യസ്ബിഖൂനഹു, അവർ അവനെ മുൻകടക്കുകയില്ല. സബഖ യസ്ബിഖു എന്ന മുൻകടക്കുക. ലാ യസ്ബിഖൂനഹു, അവരവനെ മുൻകടക്കുകയില്ല. ബിൽ ഖൗലി, വാക്കുകൊണ്ട്. വഹും, അവരാകട്ടെ ബി അംരിഹി, അവൻ്റെ കൽപ്പനയെ യഅ്മലൂൻ, പ്രവർത്തിക്കുന്നതാണ് എന്ന്. അതായത് അവർ അവനെ മറികടന്ന് സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞത് മലക്കുകളെ സംബന്ധിച്ചാണ്. അവൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം അവർ പ്രവർത്തിക്കുന്നു. വഹും ബി അംരിഹി യഅ്മലൂൻ. അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന വാദക്കാർക്ക് നിങ്ങൾ പറയുന്ന ആ മലായിക്കത്തുകളുടെ ഗുണവിശേഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകൾ, അവരുടെ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് അള്ളാഹു പറയുന്നു. ഇബാദും മുക്രമൂനാണ് എന്നും ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി എന്നും വഹും ബിഅംരിഹി യഅ്മലൂൻ, അവർ അവനെ മറികടന്നുകൊണ്ട് സംസാരിക്കാതെ അവൻ്റെ കൽപ്പനയെ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ 28-ാമത്തെ ആയത്ത് നോക്കാം. يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون. അള്ളാഹു പറയുന്നു, യഗ്ലമു, അവൻ അറിയും, അള്ളാഹു അറിയും, മാ ബൈന ഐദീഹിം, അവരുടെ മുമ്പിലുള്ളതും, വമാ ഖൽഫഹും, അവരുടെ പിമ്പിലുള്ളതും, വലാ യശ്ഫഊന, അവർ ശുപാർശ ചെയ്യുന്നതുമല്ല, ഇല്ലാ ലിമൻ, ഒരുവർക്കല്ലാതെ. ആരാണ് ആ ഒരുവർ? ഇർത്തളാ, അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ള, അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുള്ള ആൾക്കല്ലാതെ അവരെ ശുപാർശ ചെയ്യുന്നതുമല്ല. വഹും, അവരാകട്ടെ മിൻ ഖശ്യതിഹി, അവനെ ഭയപ്പെടുന്നത് നിമിത്തം, അവനോടുള്ള ഭയത്താൽ, ഖശ്യത്ത് എന്ന് പറഞ്ഞാൽ ഭയം, മുഷ്ഫിഖൂൻ, പേടിച്ചു കൊണ്ടിരിക്കുന്നവരുമാകുന്നു. അപ്പോൾ യഗ്ലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതളാ വഹും മിൻ ഖശ്യതിഹി മുഷ്ഫിഖൂൻ. അവരുടെ പ്രത്യേകതകൾ, അവരുടെ മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. അവരുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും അവൻ അറിയുന്നു എന്നും അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവർ ശുപാർശ ചെയ്യുകയില്ല എന്നും അവരാകട്ടെ അവനെ പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവരാകുന്നു എന്നെല്ലാം പറഞ്ഞത് ഈ മലക്കുകളെ സംബന്ധിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല 29-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, വമയ്യഖുൽ മിൻഹും ഇന്നീ ഇലാഹു മിൻ ദൂനിഹി വദാലിക നജ്സിഹി ജഹന്നം കദാലിക നജ്സിൽ ളാലിമീൻ. എന്താണ് അള്ളാഹു പറയുന്നത്? വമയ്യഖുൽ, ആരെങ്കിലും പറഞ്ഞാൽ, മിൻഹും, അവരിൽ നിന്ന്, ഇത്തരം വാദങ്ങളുമായിട്ട്, സന്താനവാദമാകട്ടെ, ദൈവത്തിന് സമന്മാരെ സങ്കല്പിച്ചുകൊണ്ട് ദൈവാവതാരങ്ങളെ
സങ്കല്പിക്കുന്ന ആളുകളാകട്ടെ, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഏത് വിഭാഗം ആളുകളിൽ നിന്നും ആരെങ്കിലും പറഞ്ഞാൽ, അതാണ് വമയ്യഖുൽ മിൻഹും, അവരിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇന്നി ഇലാഹുൻ, ഞാൻ ആരാധ്യനാണ് എന്ന്, ഞാൻ ഇലാഹാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ, അതാണ് അവനെ കൂടാതെ, ഫദാലിക, എന്നാൽ അവൻ, നജ്സീഹി, അങ്ങനെ പറയുന്ന അവന് നാം പ്രതിഫലം നൽകുന്നതാണ്, ജഹന്നമ, നരകത്തെ, ജഹന്നമിനെ അവന് നാം പ്രതിഫലമായിട്ട് നൽകും. ആർക്ക്? അള്ളാഹുവിനെ കൂടാതെ ഞാനാണ് ഇലാഹ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടായാൽ അവർക്ക്. കദാലിക, പ്രകാരമാകുന്നു, നജ്സി, നാം പ്രതിഫലം നൽകുന്നത്, അൽവാലിമീൻ, അക്രമകാരികൾക്ക്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഞാൻ അവന് അള്ളാഹുവിന് പുറമേയുള്ള ദൈവമാണെന്ന് പറയുന്ന പക്ഷം അവന് നാം നരകം പ്രതിഫലമായി നൽകുമെന്ന് മാത്രമല്ല, അപ്രകാരമാണ് അക്രമികൾക്ക് നാം പ്രതിഫലം നൽകുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദീകരിച്ചുകൊണ്ട് ഈ ഒരു തൗഹീദിൻ്റെ, ഏകദൈവ സിദ്ധാന്തത്തിൻ്റെ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്നുള്ള കാര്യം സ്ഥാപിച്ചെടുക്കുകയാണ് ഇതിലൂടെയൊക്കെ ചെയ്യുന്നത്, മനസ്സിലാക്കി തരികയാണ് ഇതിലൂടെയൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. അപ്പോൾ 26 മുതൽ 29 വരെയുള്ള ആയാത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ അള്ളാഹുവിൻ്റെ പുത്രികളാണെന്ന വാദത്തെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും അള്ളാഹുവിന് സന്താനങ്ങളില്ല എന്നും, അള്ളാഹു ഖുൽ, നബിയെ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലേ, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, ഇന്നി ഇലാഹുൻ, ഇവിടെ പറഞ്ഞില്ലേ ഇന്നി ഇലാഹുൻ, ഞാനാണ് ആരാധ്യൻ, ആ ആരാധ്യനായ അള്ളാഹു അവൻ അഹദാണ്, ഏകനാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു സ്വമദാണെന്ന് പറയുന്നുണ്ട്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നമുക്കറിയാം, അവനെ ജനിച്ചിട്ടില്ല, അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല, അവന് സന്താനങ്ങളില്ല, അവൻ ആരുടെയും സന്താനമായിട്ട് ജനിച്ചതുമല്ല, അവന് തുല്യമായിട്ട് ആരുമില്ല എന്നുള്ള ആ സൂറത്ത് ഇഖ്ലാസിൻ്റെ ആശയം അറിയുന്ന, ശരിയായ രൂപത്തിൽ അത് മനസ്സിലാക്കുന്ന ഏതൊരുവനും ഈ പറയുന്ന കാര്യങ്ങളുടെ സത്യത വെളിപ്പെടാൻ അധികം ചിന്തിക്കേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള വാദങ്ങളുമായി നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഖണ്ഡനമാണ് ഈ ആയത്തിലൂടെ നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ 22-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ എന്ന് പറഞ്ഞല്ലോ, അല്ലേ. ആകാശഭൂമികളിൽ അല്ലാഹു അല്ലാത്ത വല്ല ദൈവങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ടും തകരാറിലാകുമായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ആകാശഭൂമി ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിന് ഏകനായ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നും, ആ ഏകനായ അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ എന്നും, ആ ഏകനായ അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അവൻ റബ്ബുൽ അർശ്, അവൻ സിംഹാസനത്തിൻ്റെ ഉടയവനാണ് എന്നും, അങ്ങനെയുള്ള സിംഹാസനത്തിൻ്റെ ഉടയവനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന വസ്ഫുകളിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനാണ് എന്നെല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആധിപത്യത്തിൽ ഒന്നിലേറെ ശക്തികൾക്ക് പങ്കുണ്ടായിരുന്നെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ തമ്മിൽ സംഘട്ടനമുണ്ടാകുകയും അത് പ്രപഞ്ചത്തിൻ്റെ തന്നെ ആകെ നാശത്തിന് കാരണമാകുകയും ചെയ്യുമായിരുന്നു എന്ന് 21-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും അതിൻ്റെ ഒരു ഭയാനകത, അതിൻ്റെ ഗൗരവം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ് ഇന്ന് നമ്മൾ ഓതിവെച്ച ആയത്തുകളിലൂടെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൃത്യമായി മനസ്സിലാക്കുന്ന, അവൻ്റെ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, ആ തൗഹീദിനു വേണ്ടി പണിയെടുക്കുന്ന, തൗഹീദിനു വേണ്ടി ജീവിച്ചു മരിക്കുന്ന മുവഹിദീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.